വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് വിക്ടോറിയൻ പീരിയഡിലെ ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോം, റിലീജിയൻ, സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഈ ഒരു ടോപ്പിക്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്സിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. വിക്ടോറിയൻ ഇറാസ് എ സിഗ്നിഫിക്കൻറ്റ് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോംസ്. ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സും സോഷ്യൽ റിഫോംസും അഡ്രസ്സ് ചെയ്യുന്നുള്ളത് ഇഷ്യൂസ് ലൈക്ക് ചൈൽഡ് ലേബർ, വർക്കിംഗ് കണ്ടീഷൻസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ. ഈ ഒരു റിഫോം എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എ ഗ്രോയിങ് കൺസേൺ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ ബർഗണിങ് ഇൻഫ്ലുവൻസ് ഓഫ് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് റൈറ്റിൽ എക്സ്പാൻഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് 1832 1867 1884 റിഫോം ആക്ട് കാരണമായിട്ടാണ്. ലീഡിങ് ടു എ മോർ റിപ്രസെൻറ്റേറ്റീവ് ഇലക്ട്രേറ്റ്. ലെജിസ്ലേഷൻ വർക്കിംഗ് ഹവേഴ്സ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫാക്ടറി കണ്ടീഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർലി ഫോർ ചിൽഡ്രൻ ആൻഡ് വുമൺ. പബ്ലിക് ഹെൽത്ത് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത് ലോക്കൽ സാനിറ്ററി ബോർഡ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സാനിറ്റേഷൻ. എഡ്യൂക്കേഷൻ ആക്ട് എന്നുള്ളത് മെയ്ഡ് എലമെൻ്ററി എഡ്യൂക്കേഷൻ കമ്പൽസറി തോ നോട്ട് ഇനീഷ്യലി ഫ്രീ ഓർ യൂണിവേഴ്സലി ആക്സസിബിൾ. ക്രിമിനൽ ജസ്റ്റിസ് റിഫോംസ്. പ്രിസൺ റിഫോംസ് എയിം ചെയ്യുന്നുള്ളത് റീഹാബിലിറ്റേഷൻ ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പോലീസ് ഫോഴ്സ്. റിപ്പീൽ ഓഫ് ദ കോൺ ലോസ്. റെഡ്യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് താരിഫ്സ് ഓൺ ഗ്രെയിൻ, ബെനഫിറ്റിംഗ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ബട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിനെയാണ്. മാരീഡ് വുമൺസ് പ്രോപ്പർട്ടി ആക്ട് എന്നുള്ളത് ഗ്രാജുവലി ഗ്രാൻഡഡ് മാരീഡ് വുമൺ ക്രിയേറ്റഡ് റൈറ്റ്സ് ടു കൺട്രോൾ ദർ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസസ്. മാരീഡ് വുമൺ അവരുടെ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. കോണ്ടേജിയസ് ഡിസീസസ് ആക്ട് റിപ്പീൽഡ് ആഫ്റ്റർ ഫെമിനിസ്റ്റ് ആക്ടിവിസം ഇമ്പാക്റ്റിംഗ് ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ്. ഇനി സോഷ്യൽ റിഫോംസ് എടുത്തു നോക്കുകയാണെങ്കിൽ അബോലിഷൻ ഓഫ് സ്ലേവറി. ബ്രിട്ടീഷ് എംപയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലേവറി അബോലിഷ് ചെയ്യുന്നുണ്ട്. എ മേജർ മോറൽ ആൻഡ് സോഷ്യൽ റിഫോം. ചൈൽഡ് ലേബർ റിഫോം എന്നുള്ളത് ലെജിസ്ലേഷൻ എയിം ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യാൻ, ചൈൽഡ് ലേബർ ഫാക്ടറീസിലും മൈൻസിലുള്ള ചൈൽഡ് ലേബർ റെഗുലേറ്റ് ചെയ്യാനും ലിമിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ലെജിസ്ലേഷൻ തീരുമാനിക്കുന്നുണ്ട്. വർക്കിംഗ് ക്ലാസ് ആക്ടിവിസം. മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള ചാർട്ടിസം വാദിക്കുന്നുണ്ട് ഫോർ വൈഡർ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈസ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിൻ്റെ ഡോമിനൻസ് എന്നുള്ളത് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി പെർട്ടിക്കുലർലി അമംഗ് ദ മിഡിൽ ക്ലാസ് ഫ്യൂൾഡ് കോൾസ് ഫോർ സോഷ്യൽ റിഫോം. എഡ്യൂക്കേഷൻ റിഫോം എന്നുള്ളത് ഇൻക്രീസ്ഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ പെർട്ടിക്കുലർലി ഫോർ ചിൽഡ്രൻ ത്രൂ ലെജിസ്ലേഷൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ് സ്കൂൾസ്. വുമൺസ് റൈറ്റ്സ് ആക്ടിവിസം എന്നുള്ളത് ഗ്രോയിങ് അവെയർനെസ് ആൻഡ് ആക്ടിവിസം ഫോർ വുമൺസ് റൈറ്റ്. വുമൺസ് റൈറ്റിന് വേണ്ടിയിട്ട് ആക്ടിവിസവും അതുപോലെ തന്നെ അവെയർനെസ്സും ഗ്രോ ചെയ്യുന്നുണ്ട്. ലെഡ് ടു സം ലീഗൽ ആൻഡ് സോഷ്യൽ അഡ്വാൻസ്മെൻറ്റ്സ്. വിക്ടോറിയൻ ഇറായിൽ ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ ക്രിസ്ത്യാനിറ്റിയാണ് സെൻട്രൽ റോൾ പ്ലേ ചെയ്യുന്നുള്ളത്. റിലീജിയനിൽ പെർട്ടിക്കുലർലി ക്രിസ്ത്യാനിറ്റിയാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഒരു സെൻട്രൽ റോൾ തന്നെ ഉള്ളത്. പെർമിറ്റിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. While the Church of England was the established church, other Christian denominations like Methodist, Catholics ഒക്കെ also gained prominence. ഈ ഒരു ഇറയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയസ് ഡിബേറ്റ്സും ചലഞ്ചസും ഒക്കെ റൈസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദോസ് റിലേറ്റഡ് ടു സയൻസ് ആൻഡ് ദ ബൈബിൾ. കീ ആസ്പെക്ട്സ് ഓഫ് റിലീജിയൻ ഇൻ ദ വിക്ടോറിയൻ ഇറ. ഡോമിനൻ്റ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ആ ഒരു ഇറയിൽ ഡോമിനൻ്റ് ആയ ഒരു മതമായിരുന്നു. എസ്പെഷ്യലി ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഹെൽഡ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. സൊസൈറ്റിയിലും കൾച്ചറിലും എന്ത് ചെയ്തിരുന്നു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. റിലീജിയസ് ഡൈവേഴ്സിറ്റി. Beyond the Church of England, other Christian denominations like Methodist and Catholics gained popularity. ആ ഒരു സമയത്ത് മെത്തഡിസ്റ്റും കത്തോലിക്സും ഒക്കെ എന്ത് ചെയ്തിരുന്നു, പോപ്പുലർ ആയിരുന്നു. അതുപോലെ തന്നെ സ്മോളർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ജൂസും മുസ്ലിംസും ഹിന്ദുസും അവിടെ ഉണ്ടായിരുന്നു. റിലീജിയസ് ഡിബേറ്റ്. സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിൻ്റെ റൈസ് പെർട്ടിക്കുലർലി ഡ്രോൺസ് തിയറി ഓഫ് ഇവല്യൂഷൻ എന്നുള്ളത് സ്പാർക്ക്ഡ് ഡിബേറ്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സയൻസ്. ഇത് കാരണമായിട്ട് ലീഡിങ് ടു എ വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ഫോർ സം. റിലീജിയസ് ബിലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, മൊറാലിറ്റി, സോഷ്യൽ ആക്ടിവിസം, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ്.
ഫോർ എക്സാമ്പിൾ ദ ഇവഞ്ചലിക്കൽ മൂവ്മെൻറ്റ് എന്നുള്ളത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ആക്ടിവിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രോ ക്രിസ്ത്യൻ കോൺസേൺസ്. ക്ലർജീസ് റോള്, ക്ലർജി എന്നുള്ളത് പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ അപ്ഹോൾഡിങ് റിലീജിയസ് ബിലീഫ്. റിലീജിയസ് ബിലീഫ് അപ്ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ക്ലർജി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈറ്റൽ റോൾ തന്നെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഗൈഡിങ് ദർ കോൺഗ്രേഷൻസ് പെർട്ടിക്കുലർലി ഇൻ എ പീരിയഡ് ഓഫ് റിലീജിയസ് ടെർമോയിൽ ആൻഡ് ക്രിറ്റിസിസം. ഇനി റിലീജിയസ് എക്സ്പ്രഷൻ, ലിറ്ററേച്ചറിലുള്ള റിലീജിയസ് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. വിക്ടോറിയൻ ലിറ്ററേച്ചർ എന്നുള്ളത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് റിലീജിയസ് ബിലീഫ്സ് ആണ്, കൺസേൺസ് ആണ്, അതുപോലെ തന്നെ ഡിബേറ്റ്സ് ആണ്. ഒരുപാട് റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ഫെയ്ത്ത്, ഡൗട്ട് ആൻഡ് മൊറാലിറ്റി. മിഷനറി വർക്ക് വിക്ടോറിയൻ ഇറയിൽ കാണുന്നുണ്ട് എ സർജ് ഇൻ missionary activities both at home and abroad, with missionaries seek എന്നുള്ളത് to spread the gospel and improve social conditions. വിക്ടോറിയൻ ഇറ എന്നുള്ളത് വാസ് എ പീരിയഡ് ഓഫ് റിമാർക്കബിൾ സയൻറ്റിഫിക്, ടെക്നോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇന്നോവേഷൻ്റെ ഒരു പീരിയഡാണ്. ഈ ഒരു ഇറയിൽ വിറ്റ്നസ് ചെയ്യുന്നുള്ളത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എസെൻഷ്യൽ ഇൻവെൻഷൻസ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഡെയിലി ലൈഫ് ആൻഡ് അഡ്വാൻസ്ഡ് നോളജ്, ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ടെലിഗ്രാഫ്, ടെലിഫോൺ ആൻഡ് ഇലക്ട്രിക് ലൈറ്റ്. അഡ്വാൻസ്മെൻറ്റ്സ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, മെഡിസിനൊക്കെ ഈ ഒരു വിക്ടോറിയൻ സൊസൈറ്റിയിൽ സിഗ്നിഫിക്കൻ്റ്ലി ഷേപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിക്ടോറിയൻ സൊസൈറ്റിയെ. കീ ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ടെലിഗ്രാഫും ടെലിഫോണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സമയത്ത് റെവല്യൂഷനൈസ്ഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ടെലിഗ്രാഫും ടെലിഫോണൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിനെ കണക്ട് ചെയ്യുന്നുണ്ട് അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസ്. നല്ലോണം ഡിസ്റ്റൻസിലുള്ള പീപ്പിളിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് സ്റ്റീം പവേർഡ് ബോട്ട്സും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഒക്കെ ഫെസിലിറ്റി സ്പീഡായിട്ട് ഫാസ്റ്ററായിട്ട് വരുന്നുണ്ട് ആ സമയത്ത്. അതുപോലെ തന്നെ മോർ എഫിഷ്യൻറ്റ് ട്രാവൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫെസിലിറ്റി. അതുപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റീസ് കാരണമായിട്ട് കോൺട്രിബ്യൂട്ടിങ് ടു ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് എക്സ്പ്ലോറേഷൻ. ട്രേഡിന്, കച്ചവടത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മൂലം. ഇനി ഇലക്ട്രിസിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക് ലൈറ്റിംഗ് ആൻഡ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി വാരിയസ് പേർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ലൈറ്റിംഗ് ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രിസിറ്റീൻ്റെ യൂസ് എന്നുള്ളത് വാരിയസ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഹോംസിനായാലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്കൊക്കെ വാരിയസ് പേർപ്പസിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ എന്നുള്ളത് അനസ്തേഷ്യ, എക്സ്റാസ്, അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സൊക്കെ ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ ആൻഡ് സർജറി. ഹെൽത്ത് കെയറിനും സർജറിക്കും വേണ്ടിയിട്ട് സർജറിയൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്വാൻസ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. മാസ് പ്രൊഡക്ഷൻ ടെക്നിക്സ്, അതുപോലെ തന്നെ യൂസ് ഓഫ് സ്റ്റീം പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂവൽഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ക്രിയേറ്റഡ് ന്യൂ ജോബ്സ്. സയൻറ്റിഫിക് പ്രോഗ്രസ് എടുത്തു നോക്കുകയാണെങ്കിൽ ചാൾസ് ഡോൺസ് തിയറി ഓഫ് ഇവല്യൂഷൻ ആൻഡ് അതർ സയൻറ്റിഫിക് ഡിസ്കവറീസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡഡ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. നാച്ചുറൽ വേൾഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡിസ്കവറീസൊക്കെ എക്സ്പാൻഡഡ് ആണ്. എവരിഡേ ലൈഫ് ഇൻവെൻഷൻസ് ആയിട്ടുള്ള സോയിങ് മെഷീൻ, ടൈപ്പ് റൈറ്റർ, അതുപോലെ തന്നെ ബൈസൈക്കിളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ്ഡ് ദ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഓഫ് എവരിഡേ ടാസ്ക്. എവരിഡേ ടാസ്ക് കംഫർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് ഈ ഒരു ഇൻവെൻഷൻസൊക്കെ വരുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഈ ഒരു ഇന്നോവേഷൻസൊക്കെ കാരണമായിട്ട് വിക്ടോറിയൻ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും കാരണം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോർ മെനി. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ചേഞ്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ന്യൂ ടെക്നോളജി കാരണം അർബനൈസേഷനിലേക്ക് നയിക്കുന്നുണ്ട്. അർബനൈസേഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ ഇൻഡസ്ട്രിയൽ മിഡിൽ ക്ലാസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ന്യൂ ടെക്നോളജീസ് കാരണമായിട്ട്. വിക്ടോറിയൻ ഇറയിൽ ബ്രിട്ടൻ എന്നുള്ളത് ഒരു ഡോമിനൻ്റ് പവറായിരുന്നു. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെൻറ്റ്സ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ഈ ഒരു ബ്രിട്ടൻ്റെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെൻറ്റ്സൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.